അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. സൂറത്തുർ റൂം ചെറിയ സൂറത്ത്, 60 ആയത്തേ ഉള്ളൂ. റൂം എന്ന് പറഞ്ഞാൽ റോമക്കാർ എന്നാണ് അതിൻ്റെ അർത്ഥം. റോമക്കാർ എന്നും റോമ സാമ്രാജ്യത്തിനും റൂം എന്ന് പറയല്ല. അതിൻ്റെ റൂം എന്നുള്ള ഭാഷാർത്ഥം ചെവിക്കുന്നി എന്നാണ്. ആ പദത്തിൻ്റെ ഭാഷാർത്ഥം അതാണ്. നമ്മളെ ചെവിക്കുന്നിക്കാണ് റൂം എന്ന് പറയാം. ഇത് ഈ ബിസാണ്ടിയൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന റോമുബിനു ഒയീസ് എന്നൊക്കെ പറയുന്ന റോമുബിനു ഒയീസ്, ഒയീസിൻ്റെ മകൻ റോം, ഒരു വല്യപ്പാപ്പയാണ്. ഈ പല രാജ്യങ്ങളും നമ്മളറിയുന്ന ഈ സമൂഹത്തിൻ്റെയൊക്കെ പേര് അവരുടെ വല്യപ്പാപ്പാൻ്റെ പേരിലിട്ട പേരുകളായിരിക്കും. ഖുറൈശി എന്ന് പറയുന്നത് നമ്മൾ ഒരു ഗോത്രനാമമാണല്ലോ. പക്ഷേ ഖുറൈശി എന്നുള്ളത് ആ കുടുംബത്തിലെ ഒരു ഉപ്പാപ്പയാണ് ഖുറൈശ്. അതുപോലെ ആദ് സമൂഹത്തിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചു. ആദ് എന്നുള്ളത് ഒരു പഴയ കാലത്തെ ഒരു വല്യപ്പാൻ്റെ പേരാണ്. ആ പേരിലാണ് പിന്നീട് ആ ഗോത്രം അറിയപ്പെട്ടത്. ആദ് സമൂഹമൊക്കെ ഓരോരോ ജനങ്ങളാണ്. നമ്മളെ ഈ നാട്ടിലൊക്കെയാണ് പിന്നെ കുടുംബത്തിൻ്റെ പറമ്പിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ അറിയപ്പെടുക. യഥാർത്ഥത്തിൽ ബാപ്പാരെ പൂർവികന്മാരായ ബാപ്പാരെ പേരിലാണ് ഗോത്രം അറിയപ്പെട്ടിരുന്നത്. നമ്മളോരോ പിന്നെ മേലെ പറമ്പിൽ അങ്ങനെയൊക്കെ അറിയപ്പെടൽ ഓരോരോ അവർക്ക് അവരുടെ പിതാമഹന്മാരെ പറ്റി അവർക്ക് നമ്മളെക്കാളും കൂടുതൽ അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം നബിയെപ്പറ്റി തന്നെ നമ്മൾ പറയുമ്പോൾ 20 നബിയുടെ ഉപ്പാപ്പമാരെ എല്ലാവരും അമലിയത്തിൽ പണ്ട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, പിന്നെ ഫിഹിർ, മാലിക്, അങ്ങനെയാണ് പോയിട്ട് അദ്നാൻ വരെ. അതവർക്ക് അറിയിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഹജ്ജ് കഴിഞ്ഞാൽ ഖുറൈശികളോട് അള്ളാഹു പറഞ്ഞല്ലോ, ഫഇദാ അഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും. അറഫ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മുസ്ദലിഫയിൽ ഇരുന്നിട്ട് അള്ളാഹുവിനെ ബാപ്പാരെ ഓർക്കുന്ന പോലെ നിങ്ങൾ ഓർക്കണം. അവരുടെ ഒറ്റയ്ക്ക് ഇരുന്നാൽ അവരുടെ പണി ഞങ്ങളെ ബാപ്പാൻ്റെ ബാപ്പ അവരുടെ മഹത്വം പറയലാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി കണ്ട് തിരിക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ പിതാമഹന്മാർ അതൊരു നല്ല തന്നെയാണ്. ഒരു അഭിമാനത്തോടു കൂടി ഞാൻ ഇന്ന കുടുംബത്തിലെ ഇന്ന വാപ്പാൻ്റെ മകനാണ് എന്ന് പറയൽ ഒരു അന്തസ്സ് തന്നെയാണല്ലോ. നമ്മളൊരു പറമ്പിൻ്റെ പേരിലൊക്കെയാണ് നമ്മളെ ഈ KP എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു പറമ്പിൻ്റെ അങ്ങനെയൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്. അവരങ്ങനെയല്ല. അപ്പോൾ റോം എന്ന് പറയുന്നത് അത് ബിസാണ്ടിയൻ സാമ്രാജ്യത്തിലെ ഒരു പിതാമഹനായിരിക്കണം. ആ പിതാമഹൻ താമസിച്ച സ്ഥലം റോം എന്ന പേരിൽ അറിയപ്പെട്ടു, ആ ബാപ്പാൻ്റെ പേരിൽ അറിയപ്പെട്ടു. അത് പിന്നെ വിശാലമായ സാമ്രാജ്യമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റോമാ സാമ്രാജ്യം ഇന്ന് ഇറാഖ്, സിറിയ, അതുപോലെ ജോർഡാൻ, ഫലസ്തീൻ അടങ്ങുന്ന ആ പ്രദേശങ്ങളൊക്കെ റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു. ഒരു ഭാഗത്ത് ബ്രിട്ടീഷുകാർ പിൽക്കാലത്ത് പിന്നീടുള്ള തലമുറയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം ലോകത്തെ മുഴുവനും കീഴടക്കിയ പോലെ റോമാ സാമ്രാജ്യം ഒരു പടിഞ്ഞാറൻ ഭാഗങ്ങളെ മൊത്തം കീഴടക്കിയതായിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ സാസാൻ സാമ്രാജ്യം, സാസാനികൾ അവരായിരുന്നു പേർഷ്യൻ ഭാഗങ്ങൾ മൊത്തം കീഴടക്കിയിരുന്നത്. സാസാനികളാണ്. അപ്പോൾ ഇന്നുണ്ടായിരുന്ന ഈ സാമ്രാജ്യത്തിൻ്റെ ബൗണ്ടറികൾക്ക് അപ്പുറത്താണ്. ഇപ്പോൾ ജോർഡാൻ അടക്കമുള്ള പ്രദേശങ്ങൾ നബിയുടെ കാലത്ത് റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ്. പിന്നീട് ജസീറത്തുൽ അറബിൻ്റെ മറ്റു ഭാഗം റോമാ സാമ്രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗത്തൊക്കെ പേർഷ്യക്കാരായിരുന്നു. ജസീറത്തുൽ അറബിൻ്റെ ഈ അറ്റം വരെ പേർഷ്യക്കാരാണ് അവരുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിലിങ്ങനെ ഒരു തുരുത്തായിട്ടാണ് നമ്മളെ ഹിജാസ് മാത്രം വേറൊരു തുരുത്തായിട്ട് നിൽക്കുകയാണ് ചെയ്തിരുന്നത്.
പഴയ മാപ്പ് നോക്കിയാൽ അറിയാം. അപ്പോൾ ആ കാലഘട്ടത്തിലുണ്ടായ ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ 2-3 ആയത്തുകൾ, ആദ്യത്തെ 4-5 ആയത്തുകൾ. അത് കഴിഞ്ഞാൽ പിന്നീട് സൂറത്തുർ റൂം നമ്മളെ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ ഒരു മൊയ്ജിസത്ത്, അള്ളാഹു മനുഷ്യർക്ക് കാണിച്ചു കൊടുത്ത ഒരു അത്ഭുതകരമായ ഖുർആനിൻ്റെ ഒരു പരാമർശത്തോടു കൂടിയാണ് ഇത് തുടങ്ങുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ആയത്ത് നമുക്കറിയാലോ എന്താണ്, വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന, നമ്മളുടെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവർക്ക് ലനഹ്ദിയന്നഹും സുബുലന, നമ്മുടെ വഴിയിലേക്ക് അവരെ നാം വഴി കാണിക്കും. വ ഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ, അള്ളാഹു ഇഹ്സാൻ ചെയ്യുന്നവരോടുകൂടിയാണ്. അവർ ജിഹാദ് ചെയ്തവരെ പറ്റി സൂചിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ സൂറത്ത് അങ്കബൂത്ത് അവസാനിപ്പിച്ചത്. ഈ സൂറത്ത് ആരംഭിക്കുന്നത് ജിഹാദിലെ വിജയത്തെ പറ്റിയാണ്, മുസ്ലിങ്ങൾക്ക് വിജയം ലഭിച്ചതിനെ പറ്റിയാണ്. അപ്പോൾ അവിടെ ജിഹാദ്, ഇവിടെ ജിഹാദിൻ്റെ വിജയം, അങ്ങനെ ഒരു ചെറിയ ബന്ധവും കൂടി ഉണ്ട്. ഇതിൻ്റെ മൊയ്ജിസത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പേർഷ്യക്കാരും റോമക്കാരും തമ്മിൽ ഒരു സാമ്രാജ്യ യുദ്ധമുണ്ടായി. സാമ്രാജ്യം വികസിപ്പിക്കാൻ വേണ്ടി 2 കൂട്ടരും ദീർഘമായ യുദ്ധങ്ങൾ പുരാതന ചരിത്രത്തിൽ കാണാം. ബിസാന്ത്യൻ സാമ്രാജ്യവും സാസാനി സാമ്രാജ്യവും. ഈ ബിസാന്ത്യക്കാരാണ് പിന്നെ ബൈസാന്ഡിയ എന്ന് ചരിത്രത്തിൽ കാണുന്ന ആ ബൈസാന്ത്യക്കാരാണ് പിന്നീട് ഒരു വിഭാഗം റോമക്കാരായി അറിയപ്പെട്ടത്. സാസാൻ എന്ന് പറയുന്ന ആ സാമ്രാജ്യ, പുരാതന സാമ്രാജ്യമാണ് പിന്നീട് പേർഷ്യൻ സാമ്രാജ്യമായി അറിയപ്പെട്ടത്. രണ്ടും ഒരു ഭാഗത്ത് പിന്നെ റോമൻ സാമ്രാജ്യം നസാറാക്കളായിരുന്നു അതിൽ കൂടുതലും ഭരണം നടത്തിയത്. ഇപ്പുറത്ത് സാസാൻ സാമ്രാജ്യത്തെ അഗ്നി ആരാധകരായ ആളുകളായിരുന്നു കീഴടക്കിയത്. അപ്പോൾ ഒരു ഭാഗത്ത് മുശ്രിക്കുകളാണ്, അള്ളാഹു അല്ലാത്ത അവരെ അഗ്നിയെ, അതുപോലെ തന്നെ നക്ഷത്രങ്ങളെ, വെളിച്ചമുള്ള എല്ലാത്തിനെയും, തീയിനെ, സൂര്യനെ, ചന്ദ്രനെ ഒക്കെ ആരാധിച്ചിരുന്ന പക്കാ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളാണ് പേർഷ്യൻ സാമ്രാജ്യത്തിൽ കാണുന്നത്. ആ പേർഷ്യൻ്റെ ചരിത്രം നോക്കിയാലും ഇന്ന് അവിടെയൊക്കെ അവശിഷ്ടങ്ങൾ, ആ തരത്തിലുള്ള ബഹുദൈവാരാധനയുടെ അവശിഷ്ടങ്ങളെ കാണുള്ളൂ. റോമാ സാമ്രാജ്യത്തിൻ്റെ ഇപ്പുറത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു വേദവും പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് അവിടെയൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ആരംഭിക്കുന്നത്. ഇവിടെ മക്കയിൽ, ഹിജാസിൻ്റെ ഇങ്ങേ പുറത്ത് മക്കയിൽ പ്രബോധനം ആരംഭിക്കുന്നത്. ആ കാലഘട്ടത്തിൽ മുസ്ലിങ്ങളും മുശ്രിക്കുകളും തമ്മിൽ 2 കക്ഷികൾ തന്നെയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിൻ്റെ ദഅവത്തുമായി വന്നപ്പോൾ മുശ്രിക്കുകൾ പ്രവാചകൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറി. ആ കാലഘട്ടത്തിലാണ് ഒരു യുദ്ധമുണ്ടാകുന്നത് റോമക്കാരും പേർഷ്യക്കാരും. സ്വാഭാവികമായും ഇവർ യാത്ര പോകുന്ന, ഷാമിലേക്ക് യാത്ര പോകുന്ന പ്രദേശമാണ് ഈ ബൈസാന്ത്യൻ സാമ്രാജ്യമായ, അന്ന് ഷാം ബൈസാന്ത്യക്കാരുടെ കീഴിൽ, റോമക്കാരുടെ കീഴിലാണ്. അവർ യാത്ര പോകുന്ന സ്ഥലമാണ് ജോർഡാൻ. ആ ഭാഗത്ത് കൂടി ഇങ്ങനെയാണ് ഫലസ്തീനിക്ക് മക്കയിൽ നിന്ന് കച്ചവടാർത്ഥം പണ്ടുകാലം മുതലേ പോയിരുന്നു. ലി ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിം രഹിലത്ത ഷിതായി വസൈഫ് എന്ന് പറയുന്ന ആ ഒരു ഉഷ്ണകാലത്തെയും ശൈത്യകാലത്തെയും യാത്രകൾ. അപ്പോൾ സ്വാഭാവികമായും ഈ യാത്രാ സംഘത്തിൻ്റെ വഴിയിലുള്ള രാഷ്ട്രീയമായ സംഭവങ്ങളൊക്കെ മക്കക്കാർക്ക് അറിയാം. അപ്പോൾ റോമക്കാർ ഒരു തരം അഹ്ലുൽ കിതാബുകളാണ് എന്നും, എന്നാൽ പേർഷ്യക്കാർ സാസാനികൾ മുശ്രിക്കുകളാണെന്നും അറിഞ്ഞ കാരണത്താൽ മക്കയിലെ മുശ്രിക്കുകൾ സ്വാഭാവികമായും അതിൽ പേർഷ്യൻ പക്ഷത്തായിരുന്നു. എന്നാൽ വിശ്വാസികളായി മോമിനീങ്ങളായി വന്ന ആളുകൾ അഹ്ലു കിതാബികളായ റോമക്കാരുടെ പക്ഷത്താണ്. ഒരു മാനസിക പക്ഷം എന്നേ ഉള്ളൂ, അല്ലാതെ വേറെ പക്ഷം പിടിച്ചതല്ല. സ്വാഭാവികമായിട്ടുണ്ടാവില്ല. ഒരു ഫുട്ബോൾ കളി ഇവിടെ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കൊക്കെ പിന്നെ
കുറേ ആളുകൾ ഒരു കക്ഷി ഉണ്ടാവും, മറ്റേ ആളുകൾ മറ്റേ കക്ഷികളുണ്ടാവും. അങ്ങനെ കക്ഷികളായി പിരിഞ്ഞിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ റോമക്കാരും പേർഷ്യക്കാരും യുദ്ധം നടത്തിയപ്പോൾ മുസ്ലിങ്ങൾ സ്വാഭാവികമായും റോമക്കാർ വിജയിക്കണം എന്നതും, അവർ നസാറാക്കളാണെങ്കിലും ഒരു മതത്തിൻ്റെ ആളുകളാണ്, മറ്റൊരു ബഹുദൈവ ആരാധകരാണ്. അപ്പോൾ റോമക്കാർ വിജയിക്കണമെന്ന് മുസ്ലിങ്ങളും, എന്നാൽ മുശ്രിക്കുകൾ പേർഷ്യക്കാർ വിജയിക്കണമെന്ന് മുശ്രിക്കുകളും ആഗ്രഹിച്ചു. അങ്ങനെ അവർ പരസ്പരം വാതുവെക്കാറുണ്ടായിരുന്നു. റോമക്കാരാ വിജയിക്കുക, പേർഷ്യക്കാരാ വിജയിക്കുക. ആ ഒരു സാഹചര്യ കാലഘട്ടത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. ഈ ആയത്തിറങ്ങുന്നത് ബദ്ർ യുദ്ധം ഉണ്ടായ സമയത്താണ് എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ആ ഹിജ്റ ബൈസത്തിൻ്റെ, നബിയുടെ റിസാലത്തിൻ്റെ പ്രബോധനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പിന്നെ റോമക്കാർ തോറ്റുപോയി. റോമക്കാർ പരാജയപ്പെട്ടു പേർഷ്യക്കാരുടെ മുമ്പിൽ. അപ്പോൾ സ്വാഭാവികമായും മുശ്രിക്കുകൾ മുസ്ലിങ്ങളെ കളിയാക്കി, നിങ്ങളെ കക്ഷിക്കാർ തോറ്റു, ഞങ്ങൾ ജയിച്ചു എന്നും പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബെറ്റ് വെച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്, വിലയേറ്റ് ഞങ്ങളാ ജയിക്കുക എന്നൊക്കെ പറഞ്ഞു. ഏതായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുസ്ലിങ്ങൾ പറഞ്ഞു, നമ്മളെ കക്ഷി തോറ്റു, വേദത്തിൻ്റെയും ദൈവത്തിൻ്റെയും ഇലാഹിൻ്റെയും ആളുകൾ തോറ്റു, ബഹുദൈവ ആരാധകർ ജയിച്ചു, ഞങ്ങൾ ഈ പക്ഷത്തായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ ക്ഷമിച്ചിരിക്കുക, റോമക്കാർ വിജയിക്കും, റോമക്കാർ പേർഷ്യക്കാരെ തോൽപ്പിക്കും, ഉറപ്പന്നെയാണ് ഒരു കാലത്ത്, അധികകാലമൊന്നും കഴിയേണ്ട തോൽപ്പിക്കുന്നതാണ്. അപ്പോൾ എത്ര കാലം എന്ന് പറഞ്ഞപ്പോൾ ആ കാലം പറഞ്ഞു കൊടുത്തു. ഫി ബിളഇ സിനീൻ, കുറച്ച് കാലം കൊണ്ട്. ബിളഅ് എന്ന് പറഞ്ഞാൽ 3 മുതൽ 10 വരെ, 10ൻ്റെയും ഇടയിലുള്ള കാലമാണ് ബിളഅ് എന്ന് പറയുന്നത്. ബിളഅ് സിനീൻ, ബിളഅ് റൂബിയ എന്ന് പറഞ്ഞാൽ എന്ത് ബിളഅ് റൂബിയ, എൻ്റെ അടുത്ത് കുറച്ച് ഉറുപ്പ്യുണ്ട് പറഞ്ഞാൽ അവർ 10ൻ്റെ താഴെ ഉറുപ്പ്യുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അറബി ഭാഷയിൽ അങ്ങനെ അതൊരു പ്രയോഗമാണ്. അപ്പോൾ 10ൽ താഴെ കൊല്ലം കൊണ്ട് റോമക്കാർ പേർഷ്യക്കാരെ കീഴടക്കും എന്ന് അള്ളാഹു ആയത്തിറക്കി. നബിക്ക് അറിയിച്ചു കൊടുത്തു. ആയത്തിറക്കി, അതിൽ നബിക്ക് വഹി നൽകി. നബി അത് പറഞ്ഞവരോട്, അത് ബിളഅ് സിനീനുകൊണ്ട് പോലെ തോൽക്കും. ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ റോമൻ ബിസാന്റിയൻ സമൂഹം പരാജയപ്പെട്ട് തകർന്ന് തോറ്റോടുകയും പേർഷ്യക്കാർ വസാസന സാമ്രാജ്യം റോമയിലേക്ക് കടന്ന് ആക്രമണം നടത്തുന്ന കാലത്താണ് നബി സഹാബിമാരോട് പറഞ്ഞത്, കുറച്ച് കാലത്തിൻ്റെ ഇടയിൽ വിജയിക്കും എന്ന് പറയുമ്പോൾ അതൊരു അസംഭവ്യമായി തോന്നുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ അത് പിന്നീട് സംഭവിച്ചു, വിജയിക്കന്നെ ചെയ്തു. ആ സംഭവമാണ് ഇത്. ഏതാനും കൊല്ലം, 7 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക്, 7 കൊല്ലം റോമാ സാമ്രാജ്യം പരാജയപ്പെട്ട് ഒന്നുമല്ലാതെയായി തോറ്റോടിയിരുന്ന സമൂഹം 7 വർഷം കൊണ്ട് പേർഷ്യക്കാരുടെ നേരെ തിരിച്ചു വന്ന് അവരെ അതുപോലെ പരാജയപ്പെടുത്തി റോമക്കാർ പേർഷ്യൻ നാടുകളിലേക്ക് ഇരച്ചു കയറി എന്നതാണ് ചരിത്രം. അത് കേട്ടപ്പോൾ മുസ്ലിങ്ങൾക്ക് വയൗമ ഇദിൻ യഫ്രഹുൽ മുഅ്മിനൂൻ, അന്ന് മുഅ്മിനുകൾ സന്തോഷിക്കുമെന്ന് അല്ലാഹു പറഞ്ഞ ആ വചനം സാക്ഷാത്കരിച്ചു. അപ്പോൾ അങ്ങനെ ഇതൊരു മൊയ്ജിസത്തായിരുന്നു, നബിയുടെ ഖുർആൻ്റെ ഒരു മൊയ്ജിസത്തും കൂടിയാണ്. കാരണം പ്രവാചകന് ഈ 2 സാമ്രാജ്യത്തെയും കണ്ടിട്ടില്ല, അതിൻ്റെ ശക്തിയും അറിയില്ല. മക്ക ഹിജാസിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ ലൈൻ എന്താണ് എന്നുള്ളത് പോലും പ്രവാചകൻ അങ്ങനെ ചെന്ന് കണ്ട് പഠിച്ച ഒരു സഞ്ചാരിയായിരുന്നില്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ടും നബി മക്കത്തിരുന്ന് പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കുക, റോമക്കാർ വിജയിക്കുന്നു. അപ്പോൾ അതൊരു വഹി തന്നെയായിരുന്നു. ആ വഹി 7 കൊല്ലം കൊണ്ട്, ബിളഉ സിനീൻ, 7 കൊല്ലം കൊണ്ട് ആ വഹി സാക്ഷാത്കരിക്കുകയും റോമക്കാർ വിജയിക്കുകയും ചെയ്തു എന്നതാണ് ഈ സൂറത്തിലെ ഒരു പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ അവിടെ ജിഹാദ് ചെയ്യാൻ പറഞ്ഞു, ഇവിടെ ജിഹാദ് ചെയ്താൽ വിജയിക്കും എന്ന ഒരു സന്ദേശവും കൂടി പറഞ്ഞു. നമുക്ക് ഇതിലേക്ക് പോകാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ. ഫീ ബിദ്ഇ സിനീൻ ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദ് വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ ബിനസ്രില്ലാഹ് യൻസുറു മൻ യശാഅ വഹുവൽ അസീസുർ റഹീം. വഅദല്ലാഹ് ലാ യുഖ്ലിഫുല്ലാഹു വഅദഹു വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയാ വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ. അലിഫ് ലാം മീം നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ അല്ലാഹു അഅലം ബി മുറാദിഹി, അള്ളാഹുവിനെ അതിൻ്റെ ഉദ്ദേശം അറിയുകയുള്ളൂ. എന്നാൽ അലിഫ് ലാമ് മീമ് പോലെയുള്ള അറബി അക്ഷരങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഖുർആനും അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ അക്ഷരങ്ങളൊക്കെ കൂട്ടിഘടിപ്പിച്ച് സംസാരിക്കുകയും കവിത ചൊല്ലുകയും കഥ പറയുകയും ചെയ്യുന്ന അറബികളെ നിങ്ങൾക്ക് ഈ ഖുർആൻ അതേ അക്ഷരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഖുർആൻ പോലെയുള്ള ഒരായത്ത് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന ഒരു വെല്ലുവിളി ഇതിൽ മനസ്സിലാകുന്നുണ്ട്. അതാണ് അള്ളാഹു ഉദ്ദേശിച്ച അർത്ഥം എന്നല്ല, അങ്ങനെ ഒരു വെല്ലുവിളി ഇതിലുണ്ട് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അലിഫ് ലാം മീം അതിന് പ്രത്യേകമായൊരു ഭാഷാപരമായി ഒരു ഘടനയില്ല, അതിനൊരർത്ഥമില്ല. 3 അക്ഷരം എ ബി സി എന്നൊക്കെ ഉള്ളതിനൊരു അർത്ഥമില്ലല്ലോ. അതുപോലെ മാത്രമേ ഈ വാക്കിനും ഉള്ളൂ. അല്ലാഹു അഅലം ബി മുറാദിഹി എന്നാണ് മുഫസ്സിറുകൾ ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ പറയൽ. അതിൻ്റെ മുറാദ് അള്ളാഹ്ക്കേ അറിയുള്ളൂ. ഗുലിബത്തിർ റൂം, റോമക്കാർ കീയൊതുക്കപ്പെട്ടു. ഗലബ എന്ന് പറഞ്ഞാൽ വിജയിച്ചു. അപ്പോൾ ഗലബത്തിർ റൂം ഗൈനിന് ഫതഹ ആണെങ്കിൽ ഗലബത്തിർ റൂം എന്ന് പറഞ്ഞാൽ റോം വിജയിച്ചു എന്ന്. ഇവിടെ ഗുലിബ വിജയിക്കപ്പെട്ടു, റോമക്കാർ വിജയിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ റോമക്കാരെ പരാജയപ്പെടുത്തി വേറൊരു കൂട്ടർ വിജയിച്ചു. അതാണ് അതിൻ്റെ അകർമ്മക്രിയായിട്ട് പറഞ്ഞതുകൊണ്ട് ഗുലിബത്തിർ റൂം, റോമക്കാരെ മറ്റൊരു കൂട്ടർ റോമക്കാരെ അതിജയിച്ചു. അല്ലെങ്കിൽ നമുക്ക് നേർക്കുനേരെ പറഞ്ഞാൽ റോമക്കാർ പരാജയപ്പെടുത്തപ്പെട്ടു, നേരെ എതിര്. അപ്പോൾ ഗുലിബത്തിർ റൂം, റോമക്കാർ പരാജയപ്പെടുത്തപ്പെട്ടു, അവർ തോൽപ്പിക്കപ്പെട്ടു. ഫി അദ്നൽ അർളി, ഈ അടുത്ത നാട്ടിൽ വെച്ച്. അദ്ന എന്നതിന് വ്യാഖ്യാതാക്കൾ 2 അർത്ഥം പറയുന്നുണ്ട്. ഒന്ന് താഴ്ന്നത് എന്നുള്ള അർത്ഥമുണ്ട് അദ്ന, മറ്റൊന്ന് അടുത്തത് എന്നുള്ള അർത്ഥമുണ്ട് അഖറബ് എന്ന്. 2 അർത്ഥം ഇതിൽ അതാ. എന്നാൽ ഒരർത്ഥം ഖുർആൻ്റെ ഒരു മോചിതത്വം കൂടി സൂചിപ്പിക്കുന്നു എന്ന് കാണുന്നു. അതായത് അടുത്തത് എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ജസീറത്തുൽ അറബിൻ്റെ ഒരു അറ്റഭാഗത്താണ് ഈ യുദ്ധം നടക്കുന്നത്. റോമക്കാരും പേർഷ്യൻകാരും കൂടി കിഴക്കും പടിഞ്ഞാറും പങ്കിടുന്ന ജോർഡാൻ, ബഹറുൽ മയ്യിത്ത്, ഡെഡ് സീ, ജോർഡാൻ, ആ പ്രദേശങ്ങളിൽ വെച്ചാണ് ഈ യുദ്ധം നടക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് അടുത്തതാണ്. നമുക്കത് വളരെ ദൂരമാണ് എന്ന് തോന്നുമെങ്കിൽ പോലും അവരിങ്ങനെ ഈ യാത്രയിൽ ഒട്ടകസംഘമായി പോയി വരുന്ന രാജ്യമാണല്ലോ. അതുകൊണ്ട് അവർക്ക് ഫി അദ്നൽ അർളി എന്ന് പറഞ്ഞാൽ അടുത്ത നാട്ടിൽ വെച്ച് എന്നാണ് അതിൻ്റെ അർത്ഥം. വേറൊരു അർത്ഥം പറയുന്നത്
ഏറ്റവും താഴ്ന്ന ഭൂമിയിൽ വെച്ച് എന്ന്. അങ്ങനെയാണെങ്കിൽ അത് ഖുർആനിൻ്റെ ഒരു മോചിതത്വം കൂടിയാണ്. ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് ഡെഡ് സീ അടക്കമുള്ള ജോർഡാൻ. ആ പ്രദേശങ്ങൾ ഭൂമിയിൽ കടലിൻ്റെ 450ഓളം 430-ലേറെ അടി താഴെ കിടക്കുന്ന ഭൂമിയാണ് ഈ ഡെഡ് സീ എന്ന് പറയുന്ന ആ പ്രദേശം. ഭൂമിയിൽ ഈ യുദ്ധം നടന്നത് ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമായിരുന്നു എന്നാണ് പറയുന്നത്. ഭൂമിശാസ്ത്രപരമായി ലോകത്ത് ഏറ്റവും കുഴിഞ്ഞു കിടക്കുന്ന ഭൂമിയാണ് അദ്നൽ അർള് എന്ന് പറയുന്നതാണ് ഈ യുദ്ധം നടന്ന ആ പ്രദേശം. കൃത്യമായി ആ പ്രദേശത്തെ വ്യാഖ്യാതാക്കൾക്കൊന്നും അടയാളപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഏകദേശം ആ ഒരു ഭാഗമാണ്. ആ ഒരു ഭാഗം ഭൂമിയുടെ ഏറ്റവും താഴ്ന്നതാണ്. ഇപ്പോൾ ഡെഡ് സീൻ്റെ ചരിത്രം പരിശോധിച്ചൊക്കെ അറിയാലോ. ആ കടലിൽ നിന്ന് 430ഓളം അടി താഴ്ചയിലാണ് ആ ഭൂമിയുടെ കിടപ്പ്. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥമെങ്കിൽ അതൊരു മോചിതത്വം കൂടിയാണ്. ഭൂമിയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് എന്ന് അന്നത്തെ ഭൂമിശാസ്ത്രമൊന്നും ആരും പഠിച്ചിട്ടില്ലല്ലോ. എന്നിട്ടും അത് നബി പറഞ്ഞപ്പോൾ നബി ആ ഭാഗത്ത് പോയി നോക്കിയിട്ടും കൂടിയില്ല. എന്നിട്ട് പോലും ഖുലഫാ റാഷിദുകൾ പോയിട്ടുണ്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വഴിക്ക് പലസ്തീനിലേക്ക് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയിട്ടുണ്ട്. എന്നാൽ നബി ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. എന്നിട്ടും ഭൂമിയിലെ താഴ്ന്ന ഭാഗം എന്ന് നബി പറയണമെങ്കിൽ അത് മോചിതം തന്നെ ആവണം. രണ്ടർത്ഥം അതിനുണ്ട്. അധിക മുഫസ്സിറുകളും അദ്നൽ അർളി എന്ന് പറഞ്ഞാൽ അഖറബുൽ അർള്, ഏറ്റവും അടുത്ത സ്ഥലത്ത് എന്ന അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ കുറച്ചെങ്കിലും ആളുകൾ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്നും അർത്ഥം കൊടുത്തു കാണുന്നു. ഏതായിരുന്നാലും ഒലിബത്തിർ റോം, റോമക്കാർ കീഴ്പ്പെടുത്തപ്പെട്ടു, പരാജയപ്പെടുത്തപ്പെട്ടു. ഫി അദ്നൽ അർളി, ഈ അടുത്തുള്ള ആ പ്രദേശത്ത്. അവരെ സാമ്രാജ്യം, അറബ് സാമ്രാജ്യം കഴിഞ്ഞാൽ പിന്നുള്ളത് റോമൻ സാമ്രാജ്യമാണ്, പിന്നെ പേർഷ്യൻ സാമ്രാജ്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അടുത്ത് എന്നാണ് പറയുന്നത് ഭൂമി. ഓഹും അവർ, ആ റോമക്കാർ, മിം ബഅദി ഗലബിഹിം, അവർ പരാജയപ്പെട്ടതിൻ്റെ ശേഷം സയഗ്ലിബൂൻ, അവർ വിജയിക്കും. ഫീ ബിളഇ സിനീൻ, ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ. അതാണ് ഖുർആൻ്റെ ഈ പ്രവചനം എന്ന് പറഞ്ഞത്. വഹും അവർ, മിം ബഅദി ഗലബിഹിം, അവരെ പരാജയപ്പെടുത്തിയതിൻ്റെ ശേഷം സയഗ്ലിബൂൻ, പിന്നീട് അവർ വിജയിക്കാൻ പോവുകയാണ്. അപ്പം ഈ ഗലബ എന്ന് പറയുന്ന ആ പദത്തിന് ഗലബ വിജയിച്ചു, ഗുലിബ വിജയിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലോ തോറ്റു. അപ്പം അവർ വിജയിച്ച്, അവർ തോൽപ്പിക്കപ്പെട്ടതിൻ്റെ ശേഷം സയഗ്ലിബൂൻ, അവർ വിജയിച്ചു വരും എന്ന് അള്ളാഹു പറഞ്ഞു. ഫീ ബിളഇ സിനീൻ, ഏതാനും കൊല്ലങ്ങൾക്കിടയിൽ. എന്നിട്ട് അള്ളാഹ് പറയാണ് ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദു. ലില്ലാഹിൽ അംർ, കാര്യങ്ങളെല്ലാം അള്ളാഹുവിനുള്ളതാണ്. മിൻ ഖബ്ലു, അതിൻ്റെ മുമ്പും, വമിൻ ബഅദു, അതിൻ്റെ ശേഷവും. ആ യുദ്ധം നടക്കുന്നതിൻ്റെ മുമ്പ് റോമക്കാർ ദുർബലരായി, പേർഷ്യക്കാർ ശക്തന്മാരായി. ഇനി അതിന് ശേഷം റോമക്കാർ ശക്തന്മാരായി, പേർഷ്യക്കാർ ദുർബലരായി. ഇതൊക്കെ പടച്ചോൻ്റെ കയ്യിലാണ്, ഇവരുടെ ആരുടെയും കയ്യിലല്ല. ലില്ലാഹിൽ അംറു, അള്ളാഹുവിനുള്ളതാണ് എല്ലാ കാര്യവും. മിൻ ഖബ്ലു, മുമ്പും, ഒമിൻ ബഅദു, അതിന് ശേഷവും. അതായത് മിൻ ഖബ്ലിൽ ഗലബി ഒമിൻ ബഅദിഹി, വിജയത്തിൻ്റെ ശേഷവും മുമ്പും. വയൗമ ഇദിൻ, അന്ന്, സയഗ്ലിബൂൻ, അവർ വിജയിക്കുന്നല്ലോ. റോമക്കാർ ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ വിജയിക്കും. വയൗമ ഇദിൻ, ആ വിജയിക്കുന്ന ദിവസം, യഫ്റഹുൽ മുഅ്മിനൂൻ, മുഅ്മിനുകൾ, സത്യവിശ്വാസികൾ സന്തോഷിക്കും. ഈ ആയത്തിറങ്ങുന്നത് മക്കയിൽ നിന്നാണ്. ഈ ആയത്തിറങ്ങുന്നത് മക്കയിൽ നിന്നാണ്. പക്ഷേ ഈ സംഭവം നടക്കുന്നത്, റോമക്കാർ പേർഷ്യക്കാരെ പരാജയപ്പെടുത്തി ഓടിക്കുന്നത് മദീനയിലെത്തി ഹിജറ 2-ാം കൊല്ലത്തിൽ ബദർ യുദ്ധം കഴിഞ്ഞപ്പോഴാണ്. ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഭയങ്കരമായ സന്തോഷമുണ്ടായി. കാരണം എല്ലാ അർത്ഥത്തിലും ദുർബലരും പേടിച്ചുകൊണ്ടും പോയിരുന്ന അവർ വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ട് മാത്രം ബദറിൽ വെച്ച്
മക്കയിലെ ഏറ്റവും പ്രമാണിമാരും ശക്തന്മാരുമായ ആളുകളെ പരാജയപ്പെടുത്തുകയും കുറേ ആട്ടി ഓടിക്കുകയും കുറേ ആളുകൾ അവരിൽ നിന്ന് കൊല്ലപ്പെടുകയും ഒരർത്ഥത്തിൽ ഖുറൈശികളുടെ ആ മുള്ള് ഒടിയുകയും അവരെ പറ്റിയുള്ള ഭയം മുസ്ലിങ്ങൾക്ക് ഇല്ലാതെയാവുകയും ചെയ്ത് സന്തോഷിച്ച ദിവസമാണ്. ആ ബദർ യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെയാണ് പേർഷ്യക്കാരെ പരാജയപ്പെടുത്തി റോമക്കാർ വിജയിച്ചു എന്ന സന്തോഷ വാർത്ത മുസ്ലിമീങ്ങൾക്ക് കിട്ടുന്നത്. യൗമ ഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ, അന്ന് മുഅ്മിനീങ്ങൾ സന്തോഷിക്കും. ഫറഹ് എന്ന് പറഞ്ഞ സന്തോഷം. അപ്പോൾ ഇരട്ട സന്തോഷം അവിടെ ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിൽ. വയൗമ ഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ, ആ ദിവസം സത്യവിശ്വാസികൾ സന്തോഷിക്കും. ബിനസ്രില്ലാ, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് സന്തോഷിക്കും. രണ്ടും കാര്യകാരണ അടിസ്ഥാനം വെച്ച് നോക്കുകയാണെങ്കിൽ ബദറിൽ മുസ്ലിങ്ങൾ വിജയിക്കാൻ ഒരു കാരണവുമില്ല, ആളുകൊണ്ടും അർത്ഥം കൊണ്ടും ഒക്കെ തന്നെ. ഇനി റോമക്കാർ 6-7 കൊല്ലം കൊണ്ട് ഇത്രയധികം അവരുടെ പരാജയത്തിൽ നിന്ന് തിരിച്ച് മറ്റുള്ളവരെ ആട്ടിയോടിക്കാൻ മാത്രം ശക്തരാവാൻ കാലമായിട്ടില്ല. എന്നിട്ടും ബിനസ്രില്ല, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടാണ് ഈ വിശ്വാസികൾക്ക് സന്തോഷിക്കത്തക്ക വിജയമുണ്ടായത്. അള്ളാഹു പറയാണ്, യൻസുറു മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സഹായിക്കും. വഹുവൽ അസീസ്, അവൻ പ്രതാപിയാണ്. അർ റഹീം, കരുണാനിധിയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നതിലുള്ള ഒരു ഇതാണ്. എന്തൊക്കെ പരാജയമോ കഷ്ടപ്പാടുകളോ ദുരിതങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അള്ളാഹു തരുന്നതാണ്. അതിനെയും അതിജീവിച്ച് ഒരു വിജയവും ഒരു സമാധാനവും കിട്ടിയേക്കാം, അള്ളാഹു അതിന് തരാൻ കഴിയും. പക്ഷേ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കണം. അതാണ്. ഇപ്പം ഇന്ന് ഫലസ്തീൻ പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾ വളരെയധികം ദുരിതത്തിലും കഷ്ടപ്പാടിലുമാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ന്യൂനപക്ഷങ്ങൾ വളരെ വളരെ വ്യാപകമായി മർദ്ദനങ്ങൾക്കും വഞ്ചനകൾക്കും വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദുഃഖവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. അതിനൊക്കെ അതിജീവിച്ച് സന്തോഷിപ്പിക്കാൻ ബദറിൽ വിശ്വാസികൾക്ക് വിജയം നൽകിയ, അതുപോലെ തന്നെ പേർഷ്യയിലും റോമക്കാർക്ക് വിജയം നൽകിയ അള്ളാഹുവിന് സാധിക്കും. അത് നിങ്ങളും ഈ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. അപ്പോൾ നമ്മൾക്കങ്ങനെ ആ വിജയം കിട്ടണമെങ്കിൽ നമ്മളതിന് അർഹരാവണം, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. അതാണ്. പിന്നെ അള്ളാഹുവിൻ്റെ കരാറാണത്. അത് അള്ളാഹുവിൻ്റെ കരാറാണ്. അള്ളാഹു ആ കരാറാണ് പാലിച്ചു. അതിന് വേറെ കാര്യകാരണമൊന്നും അള്ളാഹ് നോക്കിയില്ല. 7 കൊല്ലമാണെങ്കിലും 7 കൊല്ലം കൊണ്ടാണ് മാറി. റോമക്കാർക്ക് മാറ്റം വന്നു, പേർഷ്യക്കാർക്ക് പരാജയം വന്നു. ലാ യുഖ്ലിഫുല്ലാഹു വഅദഹു, അഖ്ലഫ എന്ന് പറഞ്ഞാൽ ലംഘിച്ചു. യുഖ്ലിഫു, ലംഘിക്കുന്നു. ലാ യുഖ്ലിഫുല്ലാ, അള്ളാഹു തആല ലംഘിക്കുകയില്ല. വഅദഹു, അവൻ്റെ കരാറ്. പക്ഷേ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ അധിക മനുഷ്യന്മാരും ലാ യഅലമൂൻ, അവർ കാര്യങ്ങൾ ഗ്രഹിക്കുന്നില്ല, അവർക്ക് കാര്യം മനസ്സിലാണില്ല. അള്ളാഹു തആല ഇനി അങ്ങനെ റോമക്കാരെ ജയിപ്പിക്കുക എന്നാണ് പൊതുവേ ജനങ്ങളുടെ ഒരു ധാരണ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്കും നമ്മൾക്കെങ്ങനെ ഇവിടെ രക്ഷ കിട്ടുക, നമ്മളെങ്ങനെ ഈ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നൊക്കെ പരിഭ്രമിക്കേണ്ടതില്ല എന്ന് അധിക പേർക്കും കാര്യങ്ങൾ അറിയില്ല. അള്ളാഹു തആല വന്നിട്ടൊന്ന് ഇടപെട്ടാൽ ഇതൊക്കെ അട്ടിമറിയും എന്ന ഒരു സന്ദേശം എല്ലാ കാലത്തേക്കും അള്ളാഹു നമുക്ക് നൽകുന്നുണ്ട്. അത് ലോകത്ത് പീഡനം അനുഭവിക്കുന്ന എല്ലാ മനുഷ്യന്മാരും നിരാശരാവേണ്ടതില്ല. അള്ളാഹുവിൻ്റെ ഒരു ഇടപെടലും സഹായവും ഉണ്ടായാൽ ഏതൊരു സാഹചര്യങ്ങളും കണക്ക് കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് അള്ളാഹു തആല വിജയം നൽകും. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, അധികം ആളുകളും കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. ആളുകൾ മനസ്സിലാക്കുന്നത് ബാഹ്യമായ കാര്യങ്ങളാണ്. അവരിത്ര വലിയ ശക്തന്മാരായി ഇനി അവർ തോൽക്കുന്ന പ്രശ്നമില്ല എന്നാണ്. അതാ യഅലമൂന, ജനങ്ങൾ അറിയും. ലാഹിറം മിനൽ ഹയാത്തി ദുന്യ,
ഭൗതിക ജീവിതത്തിൻ്റെ ബാഹ്യമായ വശങ്ങളെ ജനങ്ങൾക്ക് അറിയുകയുള്ളൂ. അപ്പോൾ ബാഹ്യമായി കണക്ക് കൂട്ടൽ ഇങ്ങനെ വന്നാൽ ഇത്ര കാലം അവർ ഭരിച്ചു, ഇനി അവരെ ഭരണവും ഊട്ടിയുറപ്പിച്ചു, ഇനി അതിൽ നിന്ന് അവർ പിന്മാറുന്ന പ്രശ്നമില്ല, ഇനി കാലാകാലവും പലസ്തീനിലെ മുസ്ലിങ്ങളോ ലോകത്തെ ന്യൂനപക്ഷങ്ങളോ മർദ്ദനം അനുഭവിക്കേണ്ടി തന്നെ വരും, അവരൊക്കെ ഇങ്ങനെ കയറി വൻകിട രാഷ്ട്രങ്ങളായി മാറുകയാണ് എന്ന ലാഹിറും മിനൽ ഹയാറ്റ് ദുന്യ, ഭൗതിക ജീവിതത്തിൻ്റെ ലാഹിറായ ഭാഗം, അതിൻ്റെ പ്രകടമായ ഭാവമാണ് ജനങ്ങൾ അറിയുന്നത്. യഥാർത്ഥത്തിൽ വഹും അവർ അനിൽ ആഖിറത്തി പരലോകത്തെപ്പറ്റി ഹും ഗാഫിലൂൻ അവർ അശ്രദ്ധരാണ്. ആ പരലോകത്തെപ്പറ്റി ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഈ ലാഹിറിയായ ജീവിതത്തിൻ്റെ അപ്പുറം പടച്ചവന് ചില അട്ടിമറികൾ നടത്താനും മാറ്റങ്ങൾ നടത്താനും അങ്ങനെ വിജയിച്ചവരെ പരാജയപ്പെടുത്താനും പരാജയപ്പെടുത്തവരെ വിജയിപ്പിക്കാനുമൊക്കെ അള്ളാഹ്ക്ക് സാധിക്കും. എന്ന കാരണം ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വ മിൻ ബഅദു, മുമ്പും ശേഷവും കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. ഇനി അപ്പോൾ ആ ഒരു മോചിതത്വം കൂടി അടങ്ങുന്ന ആ 2-4-5 ആയത്ത് കഴിഞ്ഞു, 6 ആയത്ത് കഴിഞ്ഞു, 6-7 ആയത്ത്. ഇനി നമ്മൾ ഇതിൻ്റെ അടിസ്ഥാന വിഷയത്തിലേക്ക് കടക്കുകയാണ്. അവലം യതഫക്കറൂ ഫീ അൻഫുസിഹിം, അവലം യതഫക്കറു, തഫക്കറ യതഫക്കറു എന്താണ്? ചിന്തിച്ചു, ആലോചിച്ചു. അവലം യതഫക്കറു, അവർ ആലോചിച്ചിട്ടില്ലയോ? ഫീ അൻഫുസിഹിം, അവരുടെ നഫ്സുകളെപ്പറ്റി അവർ ആലോചിച്ചിട്ടില്ലയോ? സ്വന്തം നഫ്സിനെപ്പറ്റി തന്നെ അവർ ആലോചിച്ച് നോക്കിയാൽ അവർക്ക് പലതും കാണാൻ കഴിയും. മാ ഖലഖല്ലാഹു സമാവാതി വൽ അർള വമാ ബൈനഹുമാ, മാ ഖലഖല്ലാഹു അസ്സമാവാതി വൽ അർള, അല്ലാഹു തആല ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടില്ല. വമാ ബൈനഹുമാ, അവ രണ്ടിൻ്റെ ഇടയിലുള്ളതിനെയും സൃഷ്ടിച്ചിട്ടില്ല. ഇല്ലാ ബിൽ ഹഖി, സത്യപ്രകാരമല്ലാതെ. ചില സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനും ചില കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുമാണ് അള്ളാഹു ഇതിനൊക്കെ സൃഷ്ടിച്ചത്. ഇതാണ് ഇല്ലാ ബിൽ ഹഖി ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടി. സത്യപ്രകാരമല്ലാതെ ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ആകാശഭൂമികളിൽ നടക്കുന്ന ഈ വിജയപരാജയത്തിൻ്റെയും മറ്റു സംഭവങ്ങളൊക്കെ ചില യാഥാർത്ഥ്യങ്ങൾ, ചില ഹക്കുകൾ അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ ആ ഹക്ക് വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, അധികം ആളുകളും അറിയില്ല എന്ന് മാത്രം. ഇതിനൊക്കെ ചില ഹക്കുകളുണ്ട്, ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതാണ് മാ ഖലഖല്ലാഹു, അവർ അവരെ തന്നെ ചിന്തിച്ചിട്ടില്ലേ? അവരുടെ നഫ്സിനെ പറ്റി തന്നെ അവർ ചിന്തിച്ചിട്ടില്ലേ? മാ ഖലഖല്ലാഹു സമാവാതി വൽ അർള വമാ ബൈനഹുമാ, അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടില്ല. ഇല്ലാ ബിൽ ഹഖി, സത്യപ്രകാരമല്ലാതെ. വ അജലിം മുസമ്മ, ഒരു അജല് പ്രകാരമല്ലാതെയും. അജല് എന്ന് പറഞ്ഞാൽ അവധി. മുസമ്മ, നിശ്ചയിക്കപ്പെട്ട ഒരു അവധി പ്രകാരമല്ലാതെയും സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ എന്തിനും ഒരു അവധിയുണ്ട്. വിജയത്തിനാണെങ്കിലും പരാജയത്തിനാണെങ്കിലും നമുക്ക് തോന്നും എന്താ അതാണ്ട് ശരിയാകാത്തത്, എന്താണ്ട് തോൽക്കാത്തത്, എന്താ വിജയിക്കാത്തത്. അതൊക്കെ ഓരോരോ അവധി നമുക്ക് ധൃതിയാണ്. അല്ലാഹു തആലാക്ക് ഈ പ്രപഞ്ചത്തിൽ ചില കാര്യങ്ങൾ നടപ്പാക്കാൻ അജലും മുസമ്മ, മുസമ്മ എന്ന് പറഞ്ഞാൽ പേര് വെക്കപ്പെട്ട, പേര് വെച്ച അവധി എന്ന്. പേര് വെച്ച അവധി എന്ന് പറഞ്ഞാൽ കൃത്യമായി നിർണയിക്കപ്പെട്ട അവധി എന്നർത്ഥം. പേര് വെച്ച കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടീനെ കൃത്യമായി നിർണയിച്ചു എന്നുള്ള അതിൻ്റെ അർത്ഥം. അപ്പോൾ അജലിം മുസമ്മ, നിശ്ചയിക്കപ്പെട്ട, പേര് വെക്കപ്പെട്ട ഒരു അവധിയുടെയും സത്യത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ലാതെ വെറുതെ അങ്ങോട്ട് സൃഷ്ടിച്ചിട്ടില്ല. വ ഇന്ന കസീറം മിനന്നാസ്, തീർച്ചയായും മനുഷ്യരിൽ നിന്ന് അധികം ആളുകളും ബിലിഖാഇ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിനെപ്പറ്റി ലകാഫിറൂൻ, അവർ നിഷേധികളാണ്. അപ്പം രക്ഷിതാവ് ചില യാഥാർത്ഥ്യങ്ങൾ ഇവിടെ നടപ്പാക്കുന്നുണ്ട്.
ആ യാഥാർത്ഥ്യങ്ങൾ അനുസരിച്ചേ ഭൂമിയിൽ കാര്യങ്ങൾ ഉണ്ടാവൂ. ആ രക്ഷിതാവിനെ ഇനി നിങ്ങൾ കണ്ടുമുട്ടും ഒരിക്കൽ. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദർ. പൂർണ്ണചന്ദ്രൻ്റെ ദിവസം ഖമറിനെ ചന്ദ്രനെ കാണുന്ന പോലെ തന്നെ നിങ്ങൾ റബ്ബിനെ യാതൊരു ലാ തുലാമൂന ഫീ റുയത്തിഹി, അള്ളാഹുവിനെ കാണുന്നിടത്ത് ഒരു അവ്യക്തതയുമില്ലാതെ അള്ളാഹുവിനെ നിങ്ങൾ കാണും. എങ്ങനെയാണ് നമ്മൾ ആ കാണുന്ന രൂപം എന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. അപ്പോൾ അള്ളാഹു, പിന്നെ ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ഒരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അവനെ കണ്ടുമുട്ടാൻ അള്ളാഹുവും ഇഷ്ടപ്പെടും. പടച്ചോനെ കാണണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കുകയാണ്. പടച്ചോനെ കാണേണ്ടി വരുമല്ലോ, ലിഖാവുള്ള വേണ്ടി വരുമല്ലോ. അപ്പം ഞാൻ എന്താ പറയുക, അപ്പം ഞാൻ ഈ തെറ്റ് ചെയ്യരുത്, ഞാൻ ഇന്ന രൂപത്തിൽ ജീവിക്കരുത്, ഞാൻ മാറണം, തിരുത്തണം. ആ ഒരു ലിഖാഉള്ളയെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അവനെ കാണാൻ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു. അതല്ലെങ്കിലോ നമ്മൾ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടാതെ കഴിച്ചില്ല, എന്തെങ്കിലും കാണാതാണ് രക്ഷപ്പെട്ട് കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞ് ചുളിവിലാണ് ജീവിക്കുന്നതെങ്കിലോ അവനെ കാണാൻ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അള്ളാഹു അവൻ്റെ കോപത്തിലേക്ക് തള്ളും എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് അക്സറന്നാസി, തീർച്ചയായും വഇന്ന കസീറൻ മിനന്നാസ്, തീർച്ചയായും ജനങ്ങളിൽ അധിക പേരും ബിലിഖാഇ റബ്ബിഹിം, അവരുടെ റബ്ബിനെ കണ്ടുമുട്ടുന്നതിനെപ്പറ്റി ലകാഫിറൂൻ, നിഷേധികൾ തന്നെയാണ്. ല എന്ന് പറഞ്ഞാൽ ഇന്നൻ്റെ അതേ അർത്ഥം തന്നെ ആവർത്തിച്ചാണ്. തീർച്ചയായും സത്യനിഷേധികൾ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നതിനെപ്പറ്റി നിഷേധികൾ തന്നെയാണ്. എന്നിട്ട് അവലം യസീറൂ ഫിൽ അർളി ഫയൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം കാനൂ അശദ്ദ മിൻഹും ഖുവ്വ വഅസാറുൽ അർള വഅമറൂഹാ അക്സറ മിമ്മാ അമറൂഹാ വജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത് ഫമാ കാന അല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അവലം യസീറൂ ഫിൽ അർള്, അവർ ഭൂമിയിൽ കൂടി സഞ്ചരിച്ച് നോക്കിയിട്ടില്ലേ? അറബികൾ യമനിലേക്കും ഷാമിലേക്കും മാറി മാറി യാത്ര ചെയ്യുന്നവരാണ്. ആ യാത്ര ചെയ്യുന്നവരാണ് സാറ യസീറു എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു എന്ന. ആ സഞ്ചരിച്ചു എന്ന സാറയിൽ നിന്നാണ് സയ്യാറത്ത് എന്നുള്ള വാക്ക് വരുന്നത്. സയ്യാറത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കാറ് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന സാധനം എന്നാണ് സയ്യാറത്ത്. ഇനി ഒട്ടക സംഘത്തിനും സയ്യാറത്ത് എന്ന് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സൂറത്ത് യൂസുഫിൽ വജാഅത്ത് സയ്യാറത്തുൻ ഫഅർസലൂ വാരിദഹും ഫഅദ്ലാ ദൽവഹു. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റിലിട്ട് സഹോദരന്മാർ മടങ്ങി വന്നപ്പോൾ ആ വഴിക്ക് പോയ ഒരു സയ്യാറത്ത്, അതിലാണ്ടൊരു കാറ് പോയി എന്നല്ല, അവിടെ സഞ്ചാരികൾ പോയി. അവിടെ ഒരു കിണർ കണ്ടു, ആ കിണറ്റിലേക്ക് അവർക്ക് ബക്കറ്റ് ഇറക്കി. അപ്പോൾ അതിലൊരു കുട്ടീനെ കണ്ടു. യാ ബുസ്റ ഹദാ ഗുലാം, സന്തോഷം സന്തോഷം, ഒരു കുട്ടി അതിൻ്റെ ഉള്ളിൽ എന്നവർ വിളിച്ചു പറഞ്ഞു എന്ന് സൂറത്ത് യൂസുഫിലുണ്ട്. അപ്പോൾ സയ്യാറത്ത് എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നത് എന്നാണ് അർത്ഥം. സയ്യാർ എന്ന് പറഞ്ഞാൽ സഞ്ചാരി എന്ന്. ഇബ്നു ബത്തൂത്തനെ പറ്റിയൊക്കെ റഹാല് എന്നും സയ്യാർ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നാണ് സീറ എന്നൊരു പദം വരുന്നത്. സീറത്തുൻ നബി എന്ന് പറഞ്ഞാൽ എന്താ? നബിയെപ്പറ്റിയുള്ള സഞ്ചാരം. അതായത് നബിയെപ്പറ്റി പൂർവ്വകാലങ്ങളിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ച് നോക്കുക. അത് കൈകൊണ്ട് ഫിസിക്കലായിട്ടുള്ള സഞ്ചാരമല്ല. സീറ വായിച്ചാൽ നബിയുടെ ആ ജീവിതകാലം നമുക്കിങ്ങനെ നമ്മൾ കൂടെ പോകുന്ന രൂപത്തിലുണ്ടാവും. നല്ലൊരു ചരിത്രം വായിക്കുകയാണെങ്കിൽ, നല്ല ആവിഷ്കാര ഭംഗിയുള്ള ഒരു ചരിത്ര ഗ്രന്ഥം വായിക്കുമ്പോൾ നമ്മൾ ആ കാലഘട്ടത്തിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്ന പോലെ നമുക്ക് തോന്നും. സൂറത്ത് ഷുഅറായിലൊക്കെ ഒരുപാട് സീറകളുണ്ട് നബിമാരുടെ. കദ്ദബത്ത് ഖൗമുലൂത്തിനിൽ മുർസലീൻ, കദ്ദബത്ത് ആദുനിൽ മുർസലീൻ. അതിങ്ങനെ ശരിക്കും അതിൻ്റെ വ്യാഖ്യാനത്തോടു കൂടി ഇങ്ങനെ വായിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ ആ കാലഘട്ടത്തിൽ കൂടി മരുഭൂമിയിൽ കൂടി ഇങ്ങനെ നടന്നു പോകുന്ന പോലെ തോന്നും. അതാണ് സീറ. ആ സീറ സഞ്ചാരിക്കാൻ അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട്. അത് വെറുതെ ടൂറല്ല. അതായത്
കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പല പ്രദേശങ്ങളിലും സഞ്ചരിക്കുക എന്നുള്ളത് പൂർവകാല പണ്ഡിതന്മാരുടെയൊക്കെ ഒരു പതിവായിരുന്നു എന്നാണ് പറയുന്നത്. ഖുൽ സീറൂ ഫിൽ അർളി അഫലം യസീറൂ ഫിൽ അർളി ഫതകൂന ലഹും ഖുലൂബൻ യഅഖിലൂന ബിഹാ ഔ ആദാനു യസ്മഊന ബിഹാ ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുല്ലത്തി ഫിസ് സുദൂർ. സൂറത്ത് ഹജ്ജിലാ തോന്നുന്നുണ്ട്. അഫലം യസീറൂ ഫിൽ അർളി, ഭൂമിയിൽ അവർ സഞ്ചരിച്ചിട്ടില്ലേ, എന്നിട്ട് അവർക്ക് ചിന്തിക്കാൻ കഴിവുള്ള മനസ്സുകളില്ലേ, അവർക്ക് കാണുന്ന കാതുകളില്ലേ, എന്നാൽ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചത്, ഹൃദയങ്ങളുടെ ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിച്ചത്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കാരണം അറബികൾ അവർ മദീനയിൽ നിന്ന് ഈ 100-150 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കിട്ടുന്ന ഒരു പ്രദേശമാണ് ഈ സമൂത് സമൂഹം താമസിച്ചിരുന്ന പ്രദേശം. അവിടുന്ന് അങ്ങോട്ട് പിന്നെ കുറേ കൂടി സഞ്ചരിച്ചാൽ ഒരുപാട് പുരാതന ആദ് സമൂഹം, യമനിലേക്ക് പോകുമ്പോൾ അഹ്കാഫ് മലയുടെ താഴ്വരയിൽ കൂടിയാണ് അവർ പോകുക. ആദ് സമൂഹം താമസിച്ചിരുന്ന പ്രദേശമാണ്. അപ്പുറത്ത് ലൂത്ത് നബി അലൈഹി സ്വലാമിൻ്റെ ചാവുകടലിൻ്റെ തീരത്തു കൂടിയാണ് അവർ ഫലസ്തീനിലേക്ക് പോയിരുന്നത്. ഒരുപാട് നബിമാരുടെയും ജനങ്ങളുടെയും പിന്നെ ജീവിത കഥകൾ പറയുന്ന പ്രദേശമാണ്. അതുകൊണ്ടാണ് സീറ വേണം, സഞ്ചരിക്കണം എന്ന് പറഞ്ഞത്. ആ അർത്ഥം തന്നെയാണ് അവലം യസീറൂ ഫിൽ അർളി, അവർ ഭൂമിയിൽ സഞ്ചരിച്ച് നോക്കിയിട്ടില്ലേ, ഫയൻളുറു എന്നിട്ടവർ സഞ്ചരിച്ചിട്ടില്ലേ, ഫയൻളുറു എന്നിട്ടവർ നോക്കിയിട്ടില്ലേ, നോക്കിക്കണ്ടിട്ടില്ലേ, കൈഫകാന എങ്ങനെയാണ് ആയിരുന്നു, ആഖിബത്തുല്ലദീന മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പുള്ളവരുടെ പരിണിതി, ആഖിബത്ത് അന്ത്യഫലം, പരിണിതി എങ്ങനെയായിരുന്നു എന്നവർ നോക്കിയിട്ടില്ലേ. അപ്പം അവർ തിരിയുന്നിടത്തും മറിയുന്നിടത്തും ഒക്കെ അവർക്ക് കാണാം മുൻകഴിഞ്ഞ സമുദായം എന്തായിരുന്നു, എത്ര വലിയ പ്രഗത്ഭരായിരുന്നു. കാനൂ യൻഹിത്തൂന മിനൽ ജിബാലി ബുയൂത്തൻ ഫാരിഹീൻ, മലകളിൽ വലിയ വീടുകൾ തുരന്നുണ്ടാക്കി സന്തോഷിക്കുന്നവരായിരുന്നു അവർ. സമൂഹത്തെ പറ്റി പറഞ്ഞു. അത് നമുക്ക് അവിടെ പോയൊക്കെയൊക്കെ അറിയാം. മൂക്കത്ത് വിരൽ വെച്ച് വെക്കുന്നത് തരത്തിൽ അത്ഭുതപ്പെട്ടു പോകും അവരുടെ കൊത്തുപണികളും അവർ പാറ തുരന്നുണ്ടാക്കിയ അവരുടെ കലാവിരുതും കണ്ടാൽ. അതിൽ താമസിക്കുന്നവർ അതിനേക്കാളും പ്രഗത്ഭരായിരിക്കുമല്ലോ ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും. അത്തബ്നൂന ബിക്കുല്ലി റിയഇൻ ആയത്തൻ തഅബസൂൻ, അഹ്കാഫ് മലകൾ മുഴുവൻ യമൻ മുതൽ ഇങ്ങ് സൗദി അറേബ്യ വരെ നീണ്ടു കിടക്കുന്ന മലയുടെ പിന്നെ മലകളുണ്ട്. അതിൻ്റെ യമൻ ഭാഗത്താണ് അഹ്കാഫ് മലയുള്ളത്. അവരെ പറ്റിയാണ് ഖുർആൻ സൂറത്ത് ശുഅറായിൽ പറഞ്ഞത്, അത്തബ്നൂന ബിക്കുല്ലി റിയഇൻ ആയത്തൻ തഅബസൂൻ. എല്ലാ മേടു പ്രദേശങ്ങളിലും കുന്നും പ്രദേശങ്ങളിലും തമാശക്ക് വേണ്ടി വലിയ വലിയ സൗധങ്ങൾ ഉണ്ടാക്കുകയാണോ നിങ്ങൾ? വതത്തഖിദൂന മസാനിയ, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയാണോ നിങ്ങൾ? ലഅല്ലക്കും തഖ്ലുദൂൻ, കാലാകാലം താമസിക്കാൻ വേണ്ടി. അതൊക്കെ ഇപ്പോൾ അവിടെ ഉണ്ട്. നമ്മൾ ആ ഭാഗത്തു കൂടി പോയി നോക്കിയാൽ അത്ഭുതകരമായി കാണാവുന്നതാണ്. അറബികളെന്നും കാണുന്നതുമാണ്. അതുകൊണ്ട് അവരോട് പറയുന്നത് അഫലം യസീറൂ ഫിൽ അർളി, അവലം യസീറൂ ഫിൽ അർളി, അവർ ഭൂമിയിൽ സഞ്ചരിക്കുന്നില്ലേ, ഫയൻളുറു എന്നിട്ട് നോക്കിക്കാണുന്നില്ലേ, കൈഫകാന ആഖിബത്തുല്ലദീന മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പുണ്ടായിരുന്നവരുടെ ആഖിബത്ത്, പരിണിതി. ഓൽക്കറിയാ ചാവുകടൽ കാണുമ്പോൾ പണ്ട് കാലത്ത് ദൂഷ്യ പ്രവൃത്തി ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു ശിക്ഷിച്ച ആളുകളാണിത് എന്ന്. സാലിഹ് നബി അലൈഹിസ്സലാമിൻ്റെ താമസിച്ചിരുന്ന ഹിജ്ർ താഴ്വരയിൽ കൂടി പോകുമ്പോൾ അവർ പറയാറുണ്ടായിരുന്നു, മുമ്പ് കാലത്ത് ജീവിച്ച സമൂഹം മരിച്ചുപോയ സ്ഥലമാണിത് എന്ന്. അതാണ് ആഖിബത്തുല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരുടെ പരിണിതി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അന്ത്യദുരന്തം എങ്ങനെയായിരുന്നു എന്നവർ നോക്കുന്നില്ലേ. കാനു അവർ ആയിരുന്നു അശദ്ദ മിൻഹും ഖുവ്വത്തൻ, ഇവരെക്കാളും ശക്തിയുള്ളവരായിരുന്നു. അശദ്ദ മിൻഹും ഖുവ്വത്തൻ, ഖുവ്വത്ത് എന്ന് പറഞ്ഞ ശക്തി, ഇവരെക്കാളും ശക്തിയുള്ളവരായിരുന്നു അവർ. നമുക്ക് നോക്കിയാൽ കാണാം. ഇന്ന് നമുക്ക് വലിയ കോൺക്രീറ്റ് സൗധങ്ങൾ, മാനം മുട്ടുന്ന
കോൺക്രീറ്റ് സൗധങ്ങളുണ്ടാക്കുന്ന വലിയ ബുദ്ധിമാന്മാരും എൻജിനീയർമാരുമൊക്കെയായ ആളുകളുണ്ടല്ലോ, ആർക്കിടെക്റ്റുകൾ. അവരുടെയൊക്കെ ബുദ്ധിയെ നമ്മൾ പ്രശംസിക്കും. അതിന് മാത്രം സൗധങ്ങളും കെട്ടിടങ്ങളുമാണ് ലോകത്തുള്ളത്. പക്ഷേ ആഡ് സമൂഹത്തിൻ്റെയും സമൂദിൻ്റെയും അതുപോലെ മധ്യപൗരസ്യ ദേശത്ത് അവർ തുറന്നുണ്ടാക്കിയ പാറയിൽ തുറന്നുണ്ടാക്കിയ കൊത്തുപണികളൊക്കെ നോക്കിയാൽ എത്രമാത്രം കഴിവും ശക്തിയും. ഒന്ന് മാത്രം നോക്കിയാൽ മതി, പിരമിഡുകളുടെ ചരിത്രം മാത്രം നോക്കിയാൽ മതി. ഈജിപ്തിലെ ഫറോവമാരുടെയും കുംഫുവിൻ്റെയും പ്രതിമകൾ നോക്കിയാൽ മതി. എത്രമാത്രം കുവ്വത്തുണ്ട ശക്തിയുള്ള ആളുകളായിരുന്നു അവർ എന്നറിയാം. അതാണ് കാനു അശദ്ദ മിൻഹും കുവ്വ, അവർ ഇവരെക്കാളും ശക്തി കൂടിയവരായിരുന്നു. ഈ ഖുറൈശികളെക്കാളൊക്കെ എത്രയോ ശക്തി അവർക്കുണ്ടായിരുന്നു എന്നർത്ഥം. അശദ്ദ മിൻഹും കുവ്വ വ അസാറുൽ അർള, അവർ ഭൂമിയെ ഇളക്കി മറിച്ചിടുന്നു. അസാറ എന്ന് പറഞ്ഞാൽ അതാ, ഇളക്കി മറിച്ചു. അതായത് ഭൂമിയിൽ അവർക്ക് ചെയ്യേണ്ടത്, മറിക്കേണ്ടതും ചെയ്യേണ്ടതും ഒക്കെ അവർ ചെയ്തു. വ അമറൂഹ, ആ ഭൂമിയിൽ അവർ കെട്ടിപ്പടുത്തു. അക്സറ മിമ്മ അമറൂഹ, ഇവർ ആ ഭൂമിയിൽ കെട്ടിപ്പടുത്തുന്നതിനേക്കാളധികം. പിൽക്കാലക്കാരായിട്ടുള്ള ഇവർ ഭൂമിയിൽ കെട്ടിയുണ്ടാക്കിയ സൗധങ്ങളെക്കാളും എത്രയോ കൂടുതൽ അവർ ആ ഭൂമിയിൽ കെട്ടിപ്പടുത്തിട്ടുണ്ട്. അതൊക്കെ എപ്പോഴും അവിടെ ഉണ്ട്, ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. പെട്രയിലുള്ള അതടക്കം. ഇനി ഇങ്ങോട്ട് വന്ന് നോക്കിയാലോ അറിയാലോ, നമ്മളെ ഇന്ത്യയിലെ ആ കാശ്മീർ മുതൽ ഈ പ്രദേശത്തെ സംസ്കാരത്തിലേക്ക് നോക്കിയാലും പാറകൾ തുരന്നും വലിയ മലകളിലുമൊക്കെ കെട്ടിപ്പടുത്തുണ്ടാക്കിയ വലിയ വലിയ സൗധങ്ങളെ ഇന്നാർക്കും അത്ര ഒരു വലിയ ഗംഭീരമായ കൊത്തുപണികളും കലകളും അതുപോലെ തന്നെ വലിയ ആർക്കിടെക്റ്റുകളൊന്നും ഇന്ന് ജീവിച്ചിരിക്കുന്നില്ല. അതിനുമാത്രം അത്ഭുതകരമായി മുമ്പുള്ളവരുണ്ടാക്കിയിട്ടുണ്ട്. അവരൊക്കെ മരിച്ചുപോയില്ലേ. കാനു അക്സറ മിൻഹും കുവ്വ, ഇവരെക്കാളും ശക്തിയുള്ളവരായിരുന്നു. അശദ്ദ മിൻഹും കുവ്വ, ഏറ്റവും കഠിന ശക്തിയുള്ളവരായിരുന്നു. വ അസാറുൽ അർള, ഭൂമിയെ അവർ ഇളക്കി മറിച്ചു. വ അമറൂഹ അക്സറ മിമ്മ അമറൂഹ, ഇവർ കെട്ടിപ്പടുത്തതിനേക്കാളും അവർ ഭൂമിയിൽ കെട്ടിപ്പടുക്കുകയും ചെയ്തു. എന്നിട്ടെന്താ സംഭവിച്ചത്? വജാഅത്തുഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത്, അവരുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുക്കലേക്ക് വരികയും ചെയ്തു. ഫമാ കാനല്ലാഹു വ അമറൂഹ അക്സറ മിമ്മ അമർ. അമറ എന്ന് പറഞ്ഞാൽ കെട്ടിപ്പടുത്തു. ഇമാറത്ത് എന്നാണ് കെട്ടിടത്തിന് പറയും. ബിനാ എന്ന് പറയും, മബ്ന എന്ന് പറയും, ഇമാറത്ത് എന്ന് പറയും. വലിയ കെട്ടിടത്തിന് ഇമാറത്ത് എന്നാണ് പറയും. അൽ അമാഇർ, മക്കത്തൊക്കെ എഴുതിക്കണാണ്. അൽ അമാഇർ, വലിയ കെട്ടിടങ്ങൾ, ഫ്ലാറ്റുകൾ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ അമറൂഹ, അവർ കെട്ടിപ്പടുത്തു. അക്സറ മിമ്മ അമറൂഹ, ഇവർ കെട്ടിപ്പടുത്തതിനേക്കാളും എത്രയോ അധികം. വജാഅത്തുഹും റുസുലുഹും, അവർക്ക് റുസുലുകൾ വരികയും ചെയ്തു. ബിൽ ബയ്യിനാത്തി, വ്യക്തമായ തെളിവുകളോടുകൂടി. അപ്പോൾ ഭൂമിയിൽ ജീവിക്കാനുള്ള ആവശ്യവും കഴിവും ബുദ്ധിയും സാമർഥ്യവും ഇങ്ങനെയൊക്കെ കെട്ടിപ്പടുത്തുണ്ടാക്കാനുള്ള കഴിവ് കൊടുത്തു. ആ കഴിവ് ഉപയോഗിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് മുർസലുകളും വന്നു. എന്നിട്ടോ അവർ ആ മുർസലീങ്ങളെ സ്വീകരിച്ചില്ല, തള്ളിക്കളഞ്ഞു എന്നാണ് ആ സാഹചര്യത്തിൽ അള്ളാഹ് പറയുന്നത്. ഫമാ കാനല്ലാഹു ലിയദ്ലിമഹും, ആ മുർസലീങ്ങളെ അവർ തള്ളിക്കളഞ്ഞു, അതുകൊണ്ട് അവർക്ക് ഇത്ര വലിയ ശിക്ഷ കിട്ടി. അതല്ല, നിങ്ങൾ നടന്നു നോക്കിക്കൂടെ? അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചവരുടെ പരിണിതി എന്താണെന്ന് നോക്കിക്കൂടെ? അവർക്ക് വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായ കഴിവുണ്ടായിരുന്നു, മുർസലുകളും വന്നിരുന്നു, എന്നിട്ട് അവർ നശിച്ചു പോയില്ലേ? ഫമാ കാനല്ലാഹു ലിയദ്ലിമഹും, അള്ളാഹു അവരെ ആക്രമിക്കുന്നവനായിരുന്നില്ല. വലാകിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ, അവർ അവരെ തന്നെ ആക്രമിക്കുകയായിരുന്നു. അതായത് അവരിത്രമാത്രം ശിക്ഷയ്ക്ക് വിധേയരാവാനുണ്ടായ കാരണം അള്ളാഹ് ആക്രമിച്ചതല്ല, വെറുതെ അള്ളാഹ് ആക്രമിച്ചതല്ല, അവരുടെ തെറ്റുകൾ മുഖേന അവർക്ക് ഉണ്ടായ ദുരന്തമാണ്. തെറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള ശിക്ഷ അവർക്ക് കിട്ടും. അതാണ്. അപ്പോൾ നമ്മളെ അള്ളാഹു ആക്രമിക്കൂല,
പക്ഷേ നമ്മളെ തന്നെ ആക്രമിച്ചാൽ അതിൻ്റെ വേദന നമ്മൾ അനുഭവിക്കണം. അപ്പോൾ അള്ളാഹു നമ്മളെ ശിക്ഷിക്കും. ഓരോ തെറ്റുകളും നമ്മളെ ആക്രമിക്കുകയാണ്. അപ്പോൾ ആ അക്രമത്തിൽ നിന്ന് നമ്മൾ വേറെ ആരെയും ആക്രമിക്കണില്ല, വേറെ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യണില്ലെങ്കിലും പടച്ചവൻ്റെ കൽപ്പനയനുസരിച്ച് നമ്മൾ ജീവിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളെ തന്നെ നശിപ്പിക്കുക എന്നാണ്. അതാ വമാ ലലമഹുമുല്ലാ, അള്ളാഹു അവരെ ദുൽമ ചെയ്യുന്നില്ല, വലാകിൻ അംഫുസഹും, പക്ഷേ ഉമാ കാനല്ലാഹു ലിയദ്ലിമഹും, അള്ളാഹു അവരെ ആക്രമിക്കുന്നവനായിരുന്നില്ല, വലാകിൻ കാനു അംഫുസഹും യദ്ലിമൂൻ, അവരുടെ നഫ്സിനെ തന്നെ ആക്രമിക്കുകയായിരുന്നു. സുമ്മ കാന ആഖിബത്തുല്ലദീന അസാഉ, പിന്നീട് കാന ആഖിബത്തുല്ലദീന അസാഉ, സൂഅ് ചെയ്തിരുന്നവരുടെ പരിണിതി. അസാ എന്ന് പറഞ്ഞാൽ ചീത്ത കാര്യം, സൂഅ് ചെയ്തു, സയ്യിആത്തുകൾ ചെയ്തു എന്നാണ്. സയ്യിആത്തുകൾ ചെയ്തു എന്നാണ് അസാഅൻ്റെ അർത്ഥം. സയ്യിആത്ത് പറഞ്ഞാൽ ചീത്ത കാര്യങ്ങൾ. അപ്പം സുമ്മക്കാന ആഖിബത്തല്ലദീന അസാഉ, സുമ്മക്കാന ആഖിബത്തല്ലദീന അസാഉ, പിന്നെ തെറ്റ് ചെയ്യുന്നവരുടെ പരിണിതി അതായിത്തീർന്നു. എന്താ? നാശം. തെറ്റ് ചെയ്തുന്നവരുടെ ആഖിബത്ത് ആ ശിക്ഷയായിത്തീർന്നു. അതായത് സൂഅയായിത്തീർന്നു. അതായത് ആ ചീത്ത സൂഅ എന്ന് പറഞ്ഞാൽ അദാബ്, അള്ളാഹുവിൻ്റെ മോശപ്പെട്ട അദാബാണ് അവരുടെ പരിണിതി. അത് എന്താണ്? അസാഉ സൂഅ, ചീത്തയായ പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നവരുടെ ആഖിബത്ത് എന്താണ്? അത് മോശപ്പെട്ട കാര്യം തന്നെയായി. അൻകദ്ദബു ബി ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ അവർ കളവാക്കി. വക്കാനു ബിഹാ യസ്തഹ്സിഊൻ, അവർ അതിനെ പരിഹസിക്കുകയും ചെയ്തു എന്ന കാരണത്താൽ അവരുടെ ആഖിബത്ത് ഇങ്ങനെയായിത്തീർന്നു. അള്ളാഹു അവരെ ശിക്ഷിച്ചു. അത് നിങ്ങൾക്ക് പോയി നോക്കിക്കൂടെ? ആ ആയത്ത് അഫലം യസീറു എന്ന് കണ്ട് പോന്നിട്ടുള്ള ഇതാണ്. നിങ്ങളൊന്ന് പോയി നോക്കിക്കൂടെ? നിങ്ങൾക്ക് അവിടെ കണ്ടൂടെ? വലിയ വലിയ ശക്തന്മാർ താമസിച്ചിരുന്നല്ലോ അവിടെ. പക്ഷേ അള്ളാഹു അവരെ ആക്രമിച്ചതല്ല. അതുകൊണ്ടല്ല ഈ വീടും ആ കരിങ്കൽ കൊട്ടാരങ്ങളൊക്കെ അവരിട്ടെറിഞ്ഞു പോയത്. അള്ളാഹ് തന്നെ അവരെ തന്നെ നശിപ്പിച്ചപ്പോൾ അള്ളാഹു അവർക്ക് നൽകിയ ശിക്ഷയാണ്. അപ്പം ചീത്ത ചെയ്തവരുടെ ദുരന്ത ഫലമാണ് നിങ്ങൾ കാണുന്ന ആ സ്ഥലത്തുള്ള ആ സമൂഹത്തിൻ്റെ പരിണിതി. അതാണ്. പിന്നെ അല്ലാഹു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു സുമ്മ ഇലൈഹി തുർജഊൻ. അല്ലാഹു യബ്ദഉൽ ഖൽഖ, അല്ലാഹുവാണ് സൃഷ്ടിപ്പ് ആരംഭിക്കുന്നവൻ. സുമ്മ യുഈദുഹു, പിന്നെ ആ സൃഷ്ടിപ്പിനെ മടക്കിക്കൊണ്ടുവരുന്നവനും അവൻ തന്നെയാണ്. നമ്മളെ ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് ഇറക്കിയത് അള്ളാഹുവാണ്. പിന്നെ നമ്മളെ വലുതാക്കി കുട്ടിയായി, യുവാവായി, വൃദ്ധനായി, മരിപ്പിച്ച് മണ്ണായി വീണ്ടും ആദ യുഈദു, മടക്കിക്കൊണ്ടുവരുന്നവനും അല്ല തന്നെയാണ്. തുടക്കവും ഒടുക്കവും അള്ളാഹുവിൻ്റെ കൈക്കാണ് എന്നർത്ഥം. അല്ലാഹു യബ്ദഉൽ ഖൽഖ, അള്ളാഹു ബദഅ യബ്ദഉ, ആരംഭിക്കുന്നു, അൽ ഖൽഖ, സൃഷ്ടിപ്പിനെ. സുമ്മ യുഈദുഹു, പിന്നെ അതിനവൻ ആവർത്തിക്കുന്നു. സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നെ അവനിലേക്ക് അവരെയെല്ലാം മടക്കപ്പെടുന്നു. അള്ളാഹുവിൻ്റെ കഴിവ് ഇങ്ങനെയാണ്ട് വിവരിക്കാണ്. വയൗമ തഖൂമുസ്സാഅതു യുബ്ലിസുൽ മുജ്രിമൂൻ. വയൗമ തഖൂമുസ്സാഅ, ആ ഒരു അന്ത്യദിനം വന്നു നിൽക്കുമ്പോൾ, കാമയക്കൂമു എന്ന് പറഞ്ഞാൽ നിന്നു, അന്ത്യദിനം വന്നു നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് വന്നു കഴിയുമ്പോൾ, യുബ്ലിസുൽ മുജ്രിമൂൻ, കുറ്റവാളികളായ ആളുകൾ നിരാശരായിത്തീരും. എല്ലാ നന്മയിൽ നിന്നും നിരാശരാകും. നിരാശരാവുക പറഞ്ഞാൽ ഞങ്ങൾക്ക് രക്ഷയില്ല, ജീവിക്കുന്ന കാലത്ത് നല്ലത് ചെയ്തില്ല, നല്ലത് കേട്ടില്ല, നല്ലത് പറഞ്ഞില്ല, അതുകൊണ്ട് ഖിയാമത്ത് നാൾ എത്തുമ്പോൾ അവരെല്ലാം നിരാശയിലായിത്തീരും. വലം യകുൻ ലഹും, ഉണ്ടായിരുന്നിട്ടില്ല, മിൻ ശുറക്കാഇഹിം, അവരുടെ പങ്കാളികളിൽ നിന്ന്, ശുഫാഉ, ഒരു ശിപാർശകന്മാരും ഉണ്ടായിട്ടില്ല. അവർ പങ്കുകാരാണ്, അള്ളാഹിൻ്റെ കൂടെ നമ്മളെ രക്ഷിക്കുന്നവരാണെന്ന് കരുതി
സൃഷ്ടികളായ ആളുകളെ ആരൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നുവോ അവർ ആരും ഇവരെ രക്ഷിക്കാൻ വരികയില്ല. വലം യകുൻ ലഹും മിൻ ശുറകാഇഹിം ശുഫാഉ, അവരുടെ പങ്കാളികളായി അവർ ഗണിച്ചിരുന്നവരിൽ നിന്ന് ഒരാളെയും ശിപാർശകന്മാരായിക്കൊണ്ട് അവർക്കുണ്ടായിരിക്കുകയില്ല എന്ന് മാത്രമല്ല, വകാനൂ ബിശുറകാഇഹിം കാഫിരീൻ, അവർ അവരുടെ പങ്കുകാരെപ്പറ്റി നിഷേധിക്കുകയും ചെയ്യും. അതായത് അവർ പങ്കു ചേർക്കപ്പെട്ട ആളുകൾ, പങ്കു ചേർത്തിരുന്ന മനുഷ്യന്മാരിൽ നിന്ന് നിരപരാധിത്വം പറയും. ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടില്ല ഞങ്ങളെ ആരാധിക്കാൻ, ഞങ്ങൾ അവർക്ക് രക്ഷ നൽകുമെന്ന് പറഞ്ഞിട്ടില്ല, പരലോകത്ത് ഞങ്ങൾ അവരെ കൈപിടിക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഇവർ അള്ളാഹുവിൻ്റെ പങ്കുകാരാണ്, ഞങ്ങളെ രക്ഷകന്മാരാണ് എന്ന് പറയുന്ന ആ മഹാന്മാർ, അത് മനുഷ്യരാവട്ടെ മലക്കുകളാവട്ടെ മറ്റു സാലിഹീങ്ങളായ ആളുകളാവട്ടെ, ആരും അവരെ രക്ഷിക്കുകയില്ലെന്ന് മാത്രമല്ല അവർ നിഷേധിക്കുകയും ചെയ്യും. ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ മരിച്ചതിൻ്റെ ശേഷം ഞങ്ങളുടെ ഖബറുകൾ കെട്ടിപ്പൊക്കി ഞങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങൾ സങ്കടം പറയാൻ പറഞ്ഞിട്ടില്ല എന്ന് അവർ പറയും. ഇത് തബറ അല്ലദീന തുബിയു മിനല്ലദീന തബഉ എന്ന ആയത്തുണ്ടല്ലോ സൂറത്ത് ബഖറയിൽ, ആ ഒരു ആശയമാണ്. വലം യകുൽ ലഹും മിൻ ശുറകാഇഹിം ഷഫീഅ, ശിപാർശകൻ, ശുഫആ ശിപാർശകർ, ശഫാഅത്ത് ശിപാർശ, ശുഫആ ശിപാർശകർ, അവരുടെ പങ്കാളികളിൽ നിന്നാരും ശിപാർശകരായി ഉണ്ടായിരിക്കില്ല. നമ്മളെ ശിപാർശ ചെയ്യാൻ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഒന്ന്, ഖുർആൻ നമുക്ക് ശിപാർശ ചെയ്യും. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അപ്പോൾ ഖുർആൻ ഓതുക, അത് പഠിക്കുക, അതുമായി ബന്ധപ്പെടുക, അതനുസരിച്ച് ജീവിച്ചാൽ അള്ളാഹുവേ എന്നെ അവർ സ്വീകരിച്ചിട്ടുണ്ട്, എന്നെ അവർ പഠിച്ചിട്ടുണ്ട്, ഞാൻ അവരെ പഠിപ്പിച്ചതനുസരിച്ച് അവർ കേട്ട് ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ അള്ളാഹുവിൻ്റെ കലാമ്, അതായത് അള്ളാഹ് തന്നെയാണ് ശിപാർശ ചെയ്യുക, നമുക്ക് ശിപാർശ ചെയ്യും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ചെറിയ പ്രായപൂർത്തി എത്താത്ത മക്കൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് ശിപാർശ ചെയ്യുന്നതാണ്. അപ്പോൾ കുട്ടി ചെറുപ്പത്തിൽ എനിക്കൊരു കുട്ടി മരിച്ചിട്ടുണ്ട്, ചെറിയ കുട്ടികൾ മരിച്ചിട്ടുണ്ടെന്നത് നമ്മളൊരു ദുഃഖമല്ല, അതൊരു പ്രതീക്ഷയായി എടുക്കണം. ദുഃഖം സ്വാഭാവികമായി മാതാപിതാക്കൾക്ക് ഉണ്ടാവും, പക്ഷേ അവരൊരു പ്രതീക്ഷയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു പ്രതീക്ഷയുണ്ട്, അവർ ശുപാർശ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ്. അല്ലാതെ ഈ പറഞ്ഞ മഹാന്മാർ, അമ്പിയാക്കന്മാർ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അഷ്റഫുൽ ഖൽക്ക് വരെ നമ്മളെ ശിപാർശക്കാരായി വരില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിപാർശ ചെയ്യും എന്ന് പറയുന്ന ശഫാഅത്തുൽ ഉളുമ എന്ന് പറയുന്നത്, അത് അവസാന കാലത്ത് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ആളുകൾക്ക് വേണ്ടി നബിക്ക് ശിപാർശ ചെയ്യാനുള്ള ഒരു അധികാരം, ഒരു മഹത്വം കൊടുക്കുക എന്നുള്ളതാണ്. നബി ഇഷ്ടപ്പെട്ട ആളുകളെ ശിപാർശ ചെയ്ത് രക്ഷപ്പെടുത്താനുള്ളതല്ല. അള്ളാഹു വിചാരിച്ച, അള്ളാഹു തീരുമാനിച്ചു കൊടുത്ത ആളുകളെ ശിപാർശ ചെയ്യാനുള്ള ഒരു പദവി കൊടുക്കുന്നു എന്നത് മാത്രമാണ്. വലം യകുൽ ലഹും ശുഫാഉ വകാനൂ ബിശുറകാഇഹിം കാഫിരീൻ, അവർ ഇവരുടെ പങ്കുകാരെപ്പറ്റി നിഷേധിക്കുകയും ചെയ്യും. അവിടെ കട്ടെ. ഏതായിരുന്നാലും ഇതൊക്കെ ചരിത്രമാണ് പറയുന്നതെങ്കിലും ഈ ചരിത്രത്തിൽ കൂടി നമുക്ക് കുറേ പഠിക്കാനും ഉൾക്കൊള്ളാനും ഉണ്ട്. അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.